I'm here inside my house. This is Sahadeva Mandiram, not anywhere else. Now the time is 7:30 actually. I'm here inside my house, okay. Sahadeva Mandiram, Bharanika village, Pallikal Nadvile Muri. വാർഡ് നമ്പർ ഈസ് 1 ആൻഡ് മൈ ഹൗസ് നമ്പർ ഈസ് 89. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടെന്ന് പറയുന്നത് സഹദേവ മന്ദിരമാണ്. ഇവിടെ വേറെ ആരുമില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ കള്ളന്മാരുണ്ട് അപ്പുറം ഇപ്പുറം അല്ല, ഇങ്ങനെ കുറേ കഥകളുണ്ടാക്കുക. അതുപോലെ ഇങ്ങനെ ഒരു കണിയാനുണ്ട് ഈ എൻ്റെ വീടിൻ്റെ ബാക്കിലാണ്. എൻ്റെ ഈ വീടിൻ്റെ തൊട്ട് ബാക്കിൽ എനിക്ക് 17 സെൻറ്റ് സ്ഥലവും കൂടെ ഉണ്ട്. എൻ്റെ അമ്മ വാങ്ങിച്ച 10 സെൻറ്റ്, പിന്നെ ഞാൻ തന്നെ വാങ്ങിച്ച 7 സെൻറ്റ്, ഇത് പിന്നെ 9 സെൻറ്റും. ഇങ്ങനെ 9ഉം 10ഉം 7ഉമായിട്ടാണ് എൻ്റെ സ്ഥലം ഇവിടെ കിടക്കുന്നത്. 3 സർവേ നമ്പറായിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ പേരിലുള്ളതാണ്. പിന്നെ 7 സെൻറ്റ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അച്ഛൻ്റെ ഷെയറാണ്. അപ്പം ഇവന് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന് ഹൈവേ വെട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. അവന് നടവഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ടൊക്കെ കിട്ടിയതാണ്, ചക്കാത്തിന് കിട്ടിയതാണ്. പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കുക, അവന് വലിയ എന്തൊക്കെയോ വേണമെന്നുള്ള രീതിയിൽ. പ്രീതായസ് പണിക്കറും പിന്നെ രാജമ്മയും ഈ കുട്ടച്ചാരുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. അപ്പോൾ ഈ കുട്ടച്ചാരിങ്ങനെ വരാറാകുമ്പോഴത്തേനും ഒന്നി രാജമ്മ വിളിക്കും, അല്ലെങ്കിൽ പ്രീതായസ് പണിക്കർ വിളിക്കും. അതൊക്കെ എന്തൊക്കെയോ സിഗ്നലാണ്, ഇങ്ങനെ എന്തോ വിളിക്കാരാണ് ഇവൻ ഇങ്ങോട്ട് ആരാണ്ട് വരുന്നെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡ്രാമകളൊക്കെയാണ്. വേറെ ആരാണ്ടായിട്ട് അഭിനയിച്ച് ഇങ്ങനെ വരിക. അവൻ മനസ്സിലായി, ഒരു കുരുടൻ. ഇവനൊരു കുരുടനാണ്. ഇവനെപ്പോലെ ഒരു തറ വേറെയില്ല, ഒരു തറ CPM കാരൻ. ഇതുപോലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തറയാണ് അവൻ, വെറും തറ. ഇവനിങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഇവനിങ്ങനെ നടപ്പാ ജോലി. ഈ വഴിയെ കൂടി ഇങ്ങനെ ഇങ്ങനെ ഡ്രാമ കാണിച്ച് നടപ്പാ ജോലി. ഇതിനിവിടെ ഒരു മേഫെയർ എന്ന് പറയുന്നൊരു ബാറുണ്ട്. നിങ്ങൾ പലപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ റോഡ് SNDP ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ റോഡ് മെയിൻ റോഡിലോട്ട് മുട്ടുന്ന ആ ഭാഗത്താണ് ഈ ബാറ്. ആ മൂലയ്ക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ്, ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് മെയിൻ റോഡിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും എൻഡിലായിട്ടാണ് ഈ റോഡ് ചെന്ന് നമ്മുടെ കോട്ട് റോഡും കുറ്റിത്തെരുവ് റോഡാണ് ആ മെയിൻ റോഡെന്ന് പറയുന്ന ആ റോഡിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്താണ് ഈ ബാർ നിൽക്കുന്നത്. അപ്പം ഇവൻ ഇവിടെ അങ്ങ് കയറി ഇറങ്ങി കള്ളും കുടിച്ച് നടപ്പാണ് ഇവൻ്റെ ജോലി ഫുൾ ടൈമും. എന്നിട്ട് ഇവനിങ്ങനെ നമ്മളെ കൊണ്ട് കഥകളുണ്ടാക്കുക, ഡ്രാമകളുണ്ടാക്കുക, വെറും നുണക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുക ഇവൻ്റെ ജോലി. ഒരു പണിയില്ല ഇവന്. പിന്നെ ഇവൻ്റെ ജോലി ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ കുറേ എണ്ണത്തിന് ഇവിടെ എല്ലാം ഇരിപ്പാണ് ജോലി. ഇങ്ങനെ നമ്മളുടെ കാലയിലോട്ട് ഇങ്ങനെ അടിക്കുക, പിന്നെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് സോണിക് സൗണ്ട് ഇങ്ങനെ അടുപ്പിക്കുക. നിങ്ങൾക്കെല്ലാം സോണിക് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ടും ഇൻഫ്രാസോണിക് സൗണ്ടും. ഈ സൗണ്ട് വെച്ച് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇങ്ങനെ നമ്മുടെ തലച്ചോറിനകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ അറിയാമല്ലോ, ക്ഷീണം തോന്നുകയും ഉറക്കം വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരിതുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കുറേ കാര്യങ്ങളും കൂടെ ഇതാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ഈസി പ്രോസസ്സാണ് ശരിക്കും. ബ്രീത്തിങ് എന്ന് പറയുന്ന സാധനം നമ്മളൊന്നും അറിയാറേയില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇത് സെൽഫായിട്ട് ഇതാക്കുന്നതാണ്. ഇപ്പം ഭയങ്കരമായിട്ട് പുകയടിക്കാൻ തുടങ്ങി ഇവിടെ. ഇപ്പോൾ ഭയങ്കര സെൽഫായിട്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് പോയിസൺ ഗ്യാസ് ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം കേട്ടോ. അപ്പം ഈ പുകയുടെ മണമാണ് ഇവിടെ എല്ലാം. ഞങ്ങൾ വൈകിട്ടായിട്ട് എൻ്റെ അമ്മ പറയുന്നത് കൊണ്ട് ഒരു പുകമണവും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഒരു പുകമണവും വന്നില്ല. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഏതെല്ലാം പോയിസണസ് ഗ്യാസും എല്ലാം കൂടെ അടിച്ച് ഇവിടെ എല്ലാം നിറയ്ക്കും ഇവന്മാർ. ഇതിങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ് ഇവന്മാർ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ അൾട്രാസോണിക്കും പിന്നെ ഈ ക്യാവിറ്റി ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമുക്കത് ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല, എല്ലാവർക്കും അറിയാം. അപ്പം ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാവിറ്റി ഫുൾ അടിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്യും ഗ്യാസ് കൊണ്ട്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡയഫ്രം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഡയഫ്രം അനങ്ങാതെ ഇങ്ങനെ സ്റ്റക്കാവും. അന്നേരം നമ്മളുടെ ഓട്ടോമാറ്റിക്കുള്ള ശ്വസനം നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ വരും. ഇങ്ങനെയാണ് ഈ ആസ്മയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ചുമ്മാതെയാണ് ഇവന്മാർ ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മളെ ഫുള്ള് ഗ്യാസ് ഇങ്ങനെ അടിച്ച് കൂട്ടുവാണ് ഇവന്മാർ കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഏമ്പക്കം വരും ഇവന്മാരിങ്ങനെ അടിക്കുന്നുണ്ട്. നമ്മൾ ഒന്നും കഴിക്കാറില്ല, എല്ലാം ഞാൻ ഇതാക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാറില്ല. വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാറില്ല. ഫുള്ള് 12 നെക്സ്റ്റ് 12 മണി വരെ ഒന്നും കഴിക്കാറില്ല. അപ്പം എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൂട്ടുന്നത് ഇവന്മാർ, മനസ്സിലായില്ലേ? ഇപ്പം ഇത്രയും ഫാസ്റ്റിംഗ് ആണ്, എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഫുഡ്. ഇങ്ങനെ അടിച്ചു കൂട്ടിക്കൊള്ളുക.
1 നൈറ്റ് നമ്മൾ കഴിക്കാതിരുന്നാൽ തന്നെ ഇപ്പം ഇന്ന് ഡിന്നർ കഴിച്ചില്ലെങ്കിൽ തന്നെ എല്ലാവരും പറയുന്നത് അരപ്രാവിൻ്റെ വണ്ണം കുറയും എന്നാണ്. അരപ്രാവിൻ്റെ ഇത് പോവും. ഇപ്പം നമ്മൾ കുറേ 2 ആഴ്ച കൂടുതലാണ് ഇങ്ങനെ കഴിക്കാതായിട്ട്. ഇങ്ങനെ അടിച്ചു കൂട്ടുക, ഇങ്ങനെ ഭയങ്കര ഇപ്പം അടിച്ചിങ്ങനെ കൂട്ടുക, നമ്മുടെ ഇങ്ങനെ വീർപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടക്സും ബ്രസ്റ്റും എല്ലാം ഇങ്ങനെ വീർപ്പിക്കുവന്മാർ. ഇങ്ങനെ നമുക്കറിയാം, അന്നേരം വീർക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇങ്ങനെ ബ്രീത്തിങ് ഈസി അല്ലാതാവും. അന്നേരം നമുക്ക് ശ്വാസം കിട്ടാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫൊക്കേഷൻ തോന്നും. അന്നേരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് എടുത്ത് ബ്രീത്ത് ചെയ്യേണ്ടി വരും. എന്നാലും നമ്മുടെ ഡയഫ്രം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണിത്. എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇതാക്കി ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഡയഫ്രത്തിനെ സ്റ്റക്കാക്കും. അന്നേരമാണ് ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരുന്നത്. ഇതാണ് ഇവന്മാർ ചെയ്യുന്നത്. ഊസ്മയാണെന്നൊക്കെ പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവന്മാർ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ നമ്മുടെ മൂക്കിലേക്ക് കറക്റ്റ് നോസ്ട്രിൽസിലേക്ക് തന്നെ എന്തൊക്കെയോ വിഷവാതകങ്ങളായ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും എല്ലാം അടിക്കും. അപ്പോൾ നമ്മൾ സഫക്കേറ്റ് ചെയ്ത് ശരിക്കും കൊളാപ്സ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്മാർക്ക് ഞാൻ പരാതി കൊടുത്തതാണ്. ഇതുവരെ ഒന്നും ഇതാക്കിയിട്ടില്ല. ഇതുപോലെ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ അടുത്തുള്ള ഇരുന്നുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ 75 മീറ്റേഴ്സ് അപ്പുറത്തോട്ട് മാറി ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. ഇവന്മാരുടെ ഫോണും ഇതാക്കിക്കൊണ്ട് ഇവന്മാർ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം വേറെങ്ങുമല്ല. കേട്ടല്ലോ? വേറെ ദൂരെ എങ്ങുമല്ല. അപ്പോൾ ഇന്ന് വേണ്ടി SNDP ബിൽഡിങ്ങിലൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കുറേ എണ്ണം അവിടെ വരും, ഫോണുമായിട്ട് പ്രവർത്തിച്ചിരിക്കുക. ഇവിടെ അടുത്തുള്ള വീടുകളിൽ ഏതെങ്കിലും ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാനന്ദ മന്ദിരം, പിന്നെ ഈ SNDP, പിന്നെ അതിനപ്പുറത്തൊരു സുഭദ്രയുണ്ട്, പിന്നെ അപ്പുറത്തൊരു ഗീതയുണ്ട്, ഈ സുബ്രഹ്മണ്യൻ. അപ്പോൾ ഇത്രയൊക്കെ വീടുകളിലായിരിക്കും. അവിടെ ഗീതയുടെയും വീട്ടിലൊക്കെ ആരൊക്കെയോ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ആൾക്കാരെ വരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഗീതയൊക്കെ നമ്മളോട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തതാണ് എല്ലാവരും. അത്ര വലിയ നല്ലവരൊന്നുമല്ല ഒന്നും. നമ്മളെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പം അവർക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഇല്ലെങ്കിലും ഇവർ പറയുന്നതൊക്കെ ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവളൊക്കെ കേൾക്കുന്ന ആളുകളാണ് ഇവളുമാരെല്ലാം. എന്നോട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരിക്കലും ഈ ഗീതയെന്ന് പറയുന്നവർ 6000 രൂപയോ എങ്ങാണ്ട് വാങ്ങിച്ചിട്ട് 4000 രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് വെറും 2000 രൂപ മാത്രം തിരിച്ചു തന്നിട്ട് പറഞ്ഞ് എല്ലാം തിരിച്ചു തന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയേണ്ട. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം എൻ്റെ പൈസ തന്നു. ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് വാങ്ങിപ്പിക്കാൻ വേണ്ടി നമ്മളോട് കടം ചോദിപ്പിക്കാൻ പല രീതി വന്നു. ഇപ്പം പിന്നെ ആരും നമ്മളുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഇപ്പം ആരും അങ്ങനെ വരുന്നില്ല. നമ്മൾ കൊടുക്കത്തില്ലെന്നുള്ളത് നല്ല കട്ടായം പറഞ്ഞിട്ടുണ്ട്. ആര് വന്നാലും ശരി, ഇല്ല എന്ന് തന്നെ നമ്മൾ പറയും. നമ്മൾ കാശായിട്ട് വെക്കത്തുമില്ല, നമ്മൾ കൊടുക്കത്തില്ല. എന്തോ അമ്മേ? അതെ, എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയാണ്. ഇതാണ് എൻ്റെ അമ്മ. മനസ്സിലായല്ലോ? വേറെ ആരും ഇവിടെ ഒന്നുമില്ല.